ഹായ് ഗായ്സ്, ദിസ് ഈസ് JP. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ പുതിയ വർക്ക് ഇത് ആക്ച്വലി സ്പോണ്ടേനിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത വർക്കാണ്. കാരണം ഞാനൊരു 2-3 ദിവസം മാക്സിമം എനിക്കൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്ത് തീർക്കുകയും ചെയ്തു. കാരണം ഓൾറെഡി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ, അത് ഏകദേശം തീരാറായി. അപ്പോൾ ഞാൻ പുതിയ വർക്ക് എന്ത് ചെയ്യണം, അത് ചെയ്ത് തീരുമ്പോഴേക്കും അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ചില സമയത്ത് മൈൻഡ് ഫുൾ ബ്ലാക്ക് ഔട്ട് ആകും, നമുക്ക് ഐഡിയസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കാം എന്ന് കരുതി ഞാൻ പ്ലാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ, ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി ഇപ്പോൾ റിലീസ്ഡ് ആയി കാണും, വീഡിയോ വരുമ്പോഴേക്കും റിലീസ്ഡ് ആയി കാണും, നമ്മുടെ മാറ്റ് ഷാക്മാൻ്റെ പടം. വനേസ കിർബിയും പെട്രോ പാസ്കലൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് മൂവി. ആക്ച്വലി ഫാന്റാസ്റ്റിക് ഫോറിൽ എൻ്റെ ഫേവറേറ്റ് പഴയ ടിം സ്റ്റോറിയുടെ മൂവിയാണ്. ആ 2 പാർട്ടുണ്ട്, ദ ഫാന്റാസ്റ്റിക് ഫോറും ദ റൈസ് ഓഫ് സിൽവർ സർഫർ എന്ന് പറഞ്ഞാൽ ആ 2 മൂവി മൈ ഓൾ ടൈം ഫേവറേറ്റ്. അതാണ് ഫാന്റാസ്റ്റിക് ഫോർസിൽ. പക്ഷേ ഇപ്പം ഇറങ്ങാൻ പോകുന്ന പുതിയ ഫാന്റാസ്റ്റിക് ഫോറിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ആക്ച്വലി. കാരണം ഒന്നാമത്തെ പ്രത്യേകത, ഇത് MCUയിലേക്ക് വരാൻ പോകുന്ന മൂവിയാണ്. ഇതിന് മുമ്പത്തെ പാട്ടുകളൊന്നും MCU ആയിട്ട് ലിങ്ക് ഇല്ലായിരുന്നു. ഇത് MCUയിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ തണ്ടർ ബോൾട്ട് എൻ്റെ ഫൈനൽ അല്ലെങ്കിൽ ടൈലൻഡിൽ കണ്ട എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും. രണ്ടാമത്തത് ഗംഭീരമായ 2 വില്ലന്മാർ. ഇതിലെ മെയിൻ വില്ലൻ ദ ഗലാക്ടസ്, അതൊരു അന്യായ വില്ലനാണ്. ചിലപ്പോൾ അടുത്ത പാട്ടിലോ ഇനി വരാൻ പോകുന്ന പാട്ടിലോ വില്ലനാകാൻ പോകുന്ന, അതായത് മാർവൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരു രക്ഷയില്ല, എന്തിറക്കിയിട്ടോ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അവർ പഴയ ആളെ തിരിച്ചുകൊണ്ട് വന്ന് കരുതി. പക്ഷേ ക്യാരക്ടറെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ആളെ അങ്ങ് നടനെ അങ്ങ് പൊക്കിയവർ. ഡോക്ടർ 2 ആയിട്ട് നമ്മുടെ വൺ ആൻഡ് ഓൺലി റോബർട്ട് ഡൗണി ജൂനിയർ ഈസ് കമ്മിങ് ബാക്ക്. പുള്ളി വരുന്നതോടെ എനിക്ക് നല്ല ഹോപ്സാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ ഈ പുതിയ ഫേസ് അവർ തണ്ടർ ബോൾട്ടിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു മൂവീസിനും കുറച്ച് പ്രതീക്ഷകളുണ്ട്. അതിലൊരു പ്രതീക്ഷയുള്ളതാണ് ഇപ്പോൾ ഈ ഫാന്റാസ്റ്റിക് ഫോർ. കാരണം താനോസിന് ശേഷം അവർ പ്ലാൻ ചെയ്തൊരു വലിയ വില്ലനായിരുന്നു കാങ് ദ കോൺകറർ. പക്ഷേ എന്ത് ചെയ്യാം, പുള്ളി ഡൊമസ്റ്റിക് വയലൻസിൽ പെട്ട് മാർവലിൽ നിന്ന് പുറത്താടി വന്നു, എല്ലാ പ്രൊജക്റ്റുകളും ക്യാൻസലായി. അങ്ങനെ ഇരിക്കുകയാണ് അവരൊരു രക്ഷയില്ലാതെ അവർക്ക് ഡൗണിനെ കൊണ്ടുവരുന്നത് ആസ് ഡോക്ടർ 2. അതുകൊണ്ട് മാത്രം ഐ ഹാവ് ഹൈ ഹോപ്സ്. ലെറ്റ്സ് ഹോപ്പ് Marvel will come back with the bang. So this is the final work. Hope everyone likes my work. Thank you for watching my video.